ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ, ഇത് ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ്. നമ്മൾ എന്തുകൊണ്ട് ജീവിതത്തിൽ സ്ട്രെസ്സാകുന്നു എന്നൊരിക്കലെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അത് ചിലപ്പോൾ പാസ്റ്റിനെ കുറിച്ചുള്ള റിഗ്രറ്റ്സിലോ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആങ്സൈറ്റി കൊണ്ടോ ആയിരിക്കാം നമുക്ക് നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റ് നഷ്ടമാകുന്നത്. ഈ പുസ്തകം എഴുതിയത് എഖാർട്ട് ടോളാണ്. ഈ പുസ്തകം സിമ്പിളായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം പ്രസൻറ്റ് ലൈഫിൽ ജീവിക്കുക എന്നതാണ്. നമ്മുടെ മൈൻഡ് എപ്പോഴും ഒന്നില്ലെങ്കിൽ ഫ്യൂച്ചറിലോ അല്ലെങ്കിൽ പാസ്റ്റിലോ ആണ്. പക്ഷേ റിയൽ ലൈഫ് നടക്കുന്നത് നൗ ആണ്, ഇപ്പോഴാണ്. പക്ഷേ പല ആളുകളും നമ്മൾ ഫിസിക്കലി ഇവിടെ ഉണ്ടാവുമെങ്കിലും അവർ പലപ്പോഴും ഫ്യൂച്ചറിലോ പാസ്റ്റിലോ ആയിരിക്കും. ഒന്നില്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്ത് ആങ്ഷ്യസ് ആയിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്നുപോയ കാര്യങ്ങൾ അത് ചെയ്യണ്ടായിരുന്നു, ഇത് ചെയ്താൽ മതി എന്നുള്ള റിഗ്രറ്റ്സിലായിരിക്കും. സോ നമുക്ക് നഷ്ടമാകുന്നത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ മൊമെൻറ്റ്സാണ്. ഈ പുസ്തകത്തിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മനസ്സ് അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്നു. ഓവർ തിങ്കിങ് അതാണ് സ്ട്രെസ്സിന് പ്രധാനപ്പെട്ട കാരണമാവുന്നത്. ഈഗോ നമ്മളെ കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ സമാധാനം കിട്ടുന്നത് ഈ സമയത്താണ്, പ്രസൻറ്റിലാണ്. അത് ഫ്യൂച്ചറിലോ പാസ്റ്റിലോ അല്ല. നിങ്ങൾക്ക് പീസ്ഫുള്ളായിട്ടുള്ള മൈൻഡ് വേണമെങ്കിൽ, പീസ്ഫുള്ളായിട്ടുള്ളൊരു മൊമെൻറ്റ്സ് വേണമെങ്കിൽ, അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രസൻറ്റിലുണ്ടായിരിക്കണം. അതല്ലാതെ ഫ്യൂച്ചറിനെ കുറിച്ചോ പാസ്റ്റിനെ കുറിച്ചോ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങൾക്കൊരു പീസ്ഫുള്ളായിട്ടുള്ള ലൈഫ് ഉണ്ടാകില്ല എന്നാണ് ഈ ബുക്കിൽ നിന്നും കൂടുതലായിട്ട് പറയുന്നത്. പുസ്തകത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം, നമ്മളെപ്പോഴും ദിവസവും ഒരു 5-10 മിനിറ്റ് സൈലൻ്റ് ആയിരിക്കുക, നമ്മളെ ബ്രീത്തിങ് ശ്രദ്ധിക്കുക. ആ സമയത്തെല്ലാം നമ്മുടെ മൊബൈൽ മാറ്റിവെക്കുക, സോഷ്യൽ മീഡിയയിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ സ്ട്രെസ്സും ടെൻഷനൊക്കെ കുറച്ച് സമയം വിട്ടു നിൽക്കാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് കൂളാകുന്നതും നിങ്ങൾക്കൊരു സമാധാനമായൊരു കാം ആൻഡ് പീസ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാകുന്ന നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതൊരു സാധാരണ സെൽഫ് ഹെൽപ്പ് ബുക്കല്ല, ഇറ്റ്സ് എ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസാണ്. നമ്മൾ ആദ്യം ഈ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ, ഈ പുസ്തകത്തിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും പറയുന്നത് ഒരേ കാര്യമാണ്, പക്ഷെ അത് ഡിഫറെൻറ്റ് രീതിയിലാണ്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഫസ്റ്റ് വായിച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. നമ്മൾ സമയമെടുത്ത് ഓരോ ചാപ്റ്റേഴ്സും സമയമെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഇത് വളരെയധികം യൂസ്ഫുള്ളാണ്. സോ ഇതൊരു ഈസി ഗോയിങ് ആയിട്ട് നമുക്ക് റീഡ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു ബുക്കല്ല. അത് ഓരോ പേജും വളരെ സ്ലോലി വായിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു ഉള്ളിലേക്ക് പോകാൻ പറ്റൂ ആ പുസ്തകത്തിൻ്റെ. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇതിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടിക്കലായി ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് ഒരുപാട് ഉപയോഗം ഉണ്ടാകും. ഒരുപാട് മെൻ്റലി ആൻഡ് ഫിസിക്കലി നിങ്ങൾക്ക് ചേഞ്ചസിൽ കാണാൻ പറ്റും. ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. ഈ പുസ്തകം നിങ്ങളുടെ ലൈബ്രറിയിലോ അല്ലെങ്കിൽ ബുക്ക് സ്റ്റാളിലോ എല്ലാം അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ കിൻഡലിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്കത്, ഇപ്പോഴത്തെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് കിൻഡലാണ്. കിൻഡൽ ഡിവൈസിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഈ പുസ്തകം അവൈലബിൾ ആണ്. കൺക്ലൂഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ വീഡിയോയുടെ എൻഡിങ് എന്ന് പറയുന്നത്, ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഇപ്പോഴുള്ള ഈ നിമിഷം ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ ശക്തി. അടുത്തൊരു ബുക്ക് റിവ്യൂ ആയിട്ട് ഉടനടി കാണാം. താങ്ക് യു. ബൈ.